രാത്രി തന്നെ ഒക്കെ സെറ്റാക്കി വെച്ച് നമ്മളൊന്ന് ജിദ്ദയിലേക്ക് പോകണം. ഒരു ഉച്ച സമയം കഴിക്കണം നമ്മൾ ഇറങ്ങാറായപ്പോ നമ്മളെ കൂടെ വേറെ രണ്ടുപേരും കൂടി പോരാനുണ്ടേ. ബാക്കിയുള്ളവരോടൊക്കെ നമ്മൾ യാത്ര പറഞ്ഞ് നമ്മളവിടുന്ന് പോകുന്നത്. നമ്മളെ അപ്പുറത്തുള്ള നമ്മൾ തന്നെ പെട്രോൾ പമ്പിൽ എന്ത് ചെയ്ത് ഫുൾ ടാങ്ക് കണ്ട് ഡീസൽ അടിച്ച് നമ്മളെ ചെക്കന്മാരെടുത്ത് പോയിട്ട് എന്ത് ചെയ്ത് ഒരു കേസ് വെള്ളം കുപ്പി വാങ്ങി. വെള്ളം ഒരു കേസ് വാങ്ങിക്കിടാനാട്ടോ ലാഭം. നമ്മൾ മുബഷിറിന്റെ ഡ്യൂട്ടിയൊക്കെ രാത്രി അതിന് മുബഷിറിനോടെ കണ്ടില്ല, അർഷാദിനോട് യാത്ര പറഞ്ഞ് നമ്മൾ പോകുന്നു. ഇനി നമുക്ക് 1500 കിലോമീറ്റർ യാത്ര ചെയ്യാനുണ്ട്. 15 മണിക്കൂറൊക്കെയാണ് കാണിക്കണത്. അതെന്തായാലും വഴിയിൽ നമ്മൾ നിർത്തി പോരുന്നത് കൊണ്ട് നമുക്ക് ഒരു 24 മണിക്കൂർ പ്രതീക്ഷിക്കാം. സ്ഥലങ്ങളൊക്കെ ഞാൻ ഒഴിഞ്ഞ് കിടക്കുകയാണ്. നമ്മൾ വരുന്നത് തബർജല് വഴി, തബൂക്ക് വഴി, ഉംലിജ് വഴി, യാമ്പ് വഴി നേരെ ജിദ്ദയിലാണ്. നമ്മൾ ഉച്ചക്ക് ഫുഡ് കഴിക്കാതെയാണ് ഇറങ്ങിയത്. തബർജൽ എത്തിയപ്പോൾ നമ്മളൊരു ഹോട്ടലിൽ കയറി. അവിടെ വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അൽഫാം കഴിച്ചോടുന്നു. ഇവിടുന്ന് വിട്ടാൽ പിന്നെ ഇവിടെ നല്ല ഫുഡ് കിട്ടുമെന്നൊരു ഐഡിയ ഇല്ല. നമുക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പൊ കിട്ടണോടത്തുനിന്ന് നമ്മൾ കഴിച്ചിട്ട് പോവാ. ഇനി നമുക്ക് നേരെ ഒരേ പിടുത്തം പിടിച്ചാൽ മതിട്ടോ. റോഡ് ഇങ്ങനെ വാണ്ടിമാർക്ക് ഒഴിഞ്ഞ് കിടക്കുകയാണ്. രണ്ട് സൈഡിൽ നോക്കിയാലും മരുഭൂമി. അങ്ങനെ നമ്മൾ ഏകദേശം തബൂക്കിന്റെ അടുത്തൊക്കെ എത്താറായിട്ടുണ്ട്. ഒരു 100 ചില്ലാൻ കിലോമീറ്റർ കൂടി കഴിഞ്ഞാൽ തബൂക്ക് എത്തി. അവിടെ നിസ്കരിക്കാൻ പള്ളിയിൽ കയറിയപ്പോൾ കണ്ടതാണത്. ഇതെന്താ ഈ സംഭവം അറിയണവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാട്ടിട്ടാ. ഇനി വല്ല യുദ്ധങ്ങൾ നടന്ന സ്ഥലങ്ങളാണോ എന്നുള്ളത് അറിയില്ല. അങ്ങനെ പോയി നമ്മളിപ്പോൾ തബൂക്കിൽ എത്തിയിട്ടുണ്ട്. രാത്രി ഫുഡ് അവിടുന്ന് കഴിക്കാലോ വിചാരിച്ചിട്ട് ഇറങ്ങി നോക്കിയപ്പോൾ നല്ല ഫുഡൊന്നും അവിടുന്ന് കിട്ടിയില്ല. അങ്ങനെ എന്നായിക്കോട്ടെ പോണ വഴിക്ക് വേറെ നോക്കാന്ന് വിചാരിച്ച് വണ്ടി കയറി തബൂക്കിന്റെ സിറ്റിയിലൂടെ നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്യാണ്. അടുത്ത ഹോട്ടൽ ഇവിടെ കിട്ടുന്ന ഇങ്ങനെ നോക്കി പോവാണ്. മാപ്പ് നോക്കി പോയിട്ട് ഏതോ ഒരാളും മനുഷ്യരില്ലാത്ത റോട്ടിലേക്ക് നമ്മൾ എത്തിച്ചിരിക്കണവര്. ഇനി ഇവിടുന്ന് ഒരു 100-300 കിലോമീറ്റർ നമുക്ക് ഒന്നും കിട്ടൂല. നമുക്കാണെങ്കിൽ നല്ല രീതിയിൽ വിശപ്പം തുടങ്ങി. ചാണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ നല്ല റോഡ് കിട്ടിട്ടോ. പിന്നെ നോക്കുമ്പോൾ നമ്മൾ ഡീസൽ ടാങ്കി ഉണ്ട്. എങ്കിലും വയലെങ്ങാനും പെട്ടാലോ എന്ന് കരുതിയിട്ട് നമ്മൾ പെട്രോൾ പമ്പ്, ആകെ ഒരു പെട്രോൾ പമ്പേ അവിടെ കണ്ടോളൂ. അതിൽ കയറി നമ്മൾ ഡീസൽ അടിച്ചു. ഇവിടെ ഹോട്ടലും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇവിടെ നമുക്ക് ആകെ ചടക്കുന്ന ഒരു സംഭവം എന്താ വെച്ചാൽ പലയിടത്തും ബാത്റൂം അത്ര ശരി ഉണ്ടാവില്ല. ചില ബാത്റൂം കണ്ടാൽ തന്നെ നമുക്ക് ചടച്ചു പോകും. അത് ഇവിടെ നല്ല നമ്മളെ നാട്ടിൽ ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാണ്. ഇതിപ്പോ തബൂക്കിന്ന് കുറച്ച് ഉള്ളിൽ കയറിയിട്ടുള്ള റോഡാട്ടോ. മെയിൻ റോഡ് വേറെ ഉണ്ട്, പക്ഷെ നമുക്ക് മാപ്പ് കാണിച്ചിരുന്ന റോഡ് ഇതായിരുന്നു. ഞങ്ങൾ കൊറിയാദിലേക്ക് പോകുന്ന അതേ റോഡ് തന്നെയാണ് തിരിച്ചു വരുന്നതും. പക്ഷെ ഈ റോഡാണ് അറിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ റോട്ടിന് വരില്ല. അങ്ങനെ കുറെ കുന്നും മലയും ചുരങ്ങളൊക്കെ താണ്ടി നമ്മൾ ബദ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഏറെക്കുറെ എല്ലാ ഹോട്ടലുകളൊക്കെ പൂട്ടിയെന്നാണ് നേരത്തെ. അവസാനം നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന ഒരു ഹോട്ടലുണ്ട്. അവിടുന്ന് ഫുഡ് കഴിച്ച് നമ്മളെ കൈക്കിലോട് കൂടി ഒരു ഹോട്ടൽ പൂട്ടിയും ചെയ്ത്. ഇവിടെ ഒക്കെ വന്ന് പെട്ട പോലെ ഇരിക്കും. ഒരാളോ കാര്യങ്ങളോ വണ്ടികളോ ഒന്നും ഇല്ല രാത്രിയിൽ. അവിടെ റോഡൊക്കെ അങ്ങനെ ഒഴിഞ്ഞ് കിടക്കുക. ഒരു 4 മണി കഴിയപ്പോൾ നമ്മൾ ഉമ്മിലിലെത്തി. ഉമ്മിലുജിലെ നമ്മളെ സൈറ്റിൽ അവിടെ കയറി. നമ്മള് നേരെ 4 മണിയൊന്നും നമ്മൾ നോക്കിയില്ല. വേഗം പോയി നമ്മളെ സൈറ്റിൽ സൂപ്പർവൈസറിനെ വിളിച്ചുണർത്തി. ഓന്റെ ഉറക്കം കളഞ്ഞാണ്ട് നമ്മൾ ഓന്റെ കൂടെ കുറച്ചു നേരം വർത്താനം പറഞ്ഞ അവിടെ ഇരുന്നു. ഒരു 2 മണിക്കൂർ നമ്മളവിടെ കിടന്നുറങ്ങി റെസ്റ്റ് എടുത്ത്. ഇവിടുത്തെ വൈഫൈ വർക്ക് ചെയ്യണമെന്നുള്ളൊരു കംപ്ലൈന്റ് പറഞ്ഞോനെ. ഞാനത് ചെക്ക് ചെയ്ത് ശരിയാക്കി കൊടുത്ത്. കൂടുതലൊന്നുമില്ല, ഒരു ചെറിയ കംപ്ലൈന്റ്. അത് ശരിയാക്കി കൊടുത്തപ്പോൾ ഓനും ഹാപ്പി. നമുക്ക് പോകുന്ന വഴിക്ക് യാമ്പൂലും കൂടി കയറിയിട്ട് വേണം ജിദ്ദ പോകാൻ. ഇതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണിക്കാം. വീഡിയോ കണ്ടു പോവാതെ ലൈക്ക് അടിക്കിട്ടാ.